തുടർച്ചയായ നാലാമത്തെ ട്രേഡിംഗ് സെഷനിലും ഇന്ത്യൻ മാർക്കറ്റ് ഇടിയുകയും 2022 ശേഷമുള്ള ഏറ്റവും വലിയ പ്രതിവാര വീക്കിലി ലോസിന് മാർക്കറ്റ് സാക്ഷ്യം വഹിക്കുകയും ചെയ്തു. ഇൻഡെക്സ് 25,000 എന്ന സൈക്കോളജിക്കൽ സപ്പോർട്ടിനടുത്തായിട്ടാണ് കഴിഞ്ഞ ദിവസം ക്ലോസിംഗ് നൽകിയത്. അതേസമയം മാർക്കറ്റിൻ്റെ രണ്ട് പ്രധാന സപ്പോർട്ടുകളായ 50-ഡേ എക്സ്പൊണൻഷ്യൽ മൂവിംഗ് ആവറേജ്, 10 വീക്ക് എക്സ്പൊണൻഷ്യൽ മൂവിംഗ് ആവറേജ് തുടങ്ങിയ റേഞ്ചുകളെ ഡിസിസീവായി ബ്രേക്ക് ചെയ്യുകയും ചെയ്തു. ഇത് മാർക്കറ്റിൽ സ്ട്രോങ് സെല്ലിംഗ് പ്രഷർ നിലനിൽക്കുന്നു എന്നുള്ള സൂചനയാണ് നൽകുന്നത്. ഇവിടെ നിന്നും ഒരു ബൗൺസ് ബാക്ക് വരികയാണെങ്കിൽ 25,300, 25,500 തുടങ്ങിയ ലെവലുകൾ മാർക്കറ്റിൻ്റെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസായി പ്രവർത്തിച്ചേക്കും. കഴിഞ്ഞ ദിവസം നിഫ്റ്റിയിൽ ഫോം ചെയ്തിരിക്കുന്ന ഡെയിലി ക്യാൻഡിൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ലോങ് അപ്പർ ഷാഡോയോട് കൂടിയുള്ള പല ക്യാൻഡിലുകളും നമുക്ക് കാണാൻ സാധിക്കും. അതായത് കൺസിസ്റ്റൻ്റായി ഹയർ സൈഡിൽ നിന്നും സെല്ലിംഗ് പ്രഷർ വരുന്നു എന്നാണ് ഈ ക്യാൻഡിലുകൾ സൂചിപ്പിക്കുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ മാർക്കറ്റിൻ്റെ ട്രെൻഡ് സെൽ ഓൺ റൈസ് എന്ന ട്രെൻഡിലേക്ക് മാറിയിട്ടുണ്ട്. ഇവിടെ 25,000 ഒരു സ്ട്രോങ് സപ്പോർട്ടായിട്ട് തന്നെ പ്രവർത്തിക്കും. 24,950 എന്ന സപ്പോർട്ട് നഷ്ടമാവുകയാണെങ്കിൽ മാർക്കറ്റിൽ ഒരു ഡിസിസീവ് ബ്രേക്ക് ഡൗണിന് നമ്മൾ തയ്യാറാകണം. അവിടെ നിന്ന് മാർക്കറ്റ് 24,500, 24,350 തുടങ്ങിയ ലെവലുകളിലേക്ക് ചിലപ്പോൾ ഇടിഞ്ഞേക്കാം. അതേസമയം 25,200, 25,500 തുടങ്ങിയ സോണുകൾ ഇൻഡെക്സിൻ്റെ നെക്സ്റ്റ് റെസിസ്റ്റൻസ് ലെവലായും പ്രവർത്തിച്ചേക്കും. മാർക്കറ്റിൽ വീക്ക്നെസ് നിലനിൽക്കുന്നതിനോടൊപ്പം തന്നെ ചില സെക്ടറുകളിലും സ്ട്രോങ് സെല്ലിംഗ് പ്രഷർ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ഒരു സെക്ടറാണ് ടയർ സെക്ടർ. ടയർ കമ്പനികളുടെ മാർജിൻ പ്രഷറിനെ ബാധിക്കുന്ന രീതിയിൽ ഇൻപുട്ട് മെറ്റീരിയൽസിൻ്റെ വില ഉയർന്നത് തന്നെയാണ് ടയർ സെക്ടറിൽ സെല്ലിംഗ് പ്രഷർ വരാനുള്ള പ്രധാന കാരണം. നാച്ചുറൽ റബ്ബറിൻ്റെ അഭാവം കുറഞ്ഞതുമൂലം നാച്ചുറൽ റബ്ബറിൻ്റെ വില കഴിഞ്ഞ ഒരു മാസം കൊണ്ട് 28% ഉയർന്നു. അതോടൊപ്പം തന്നെ മിഡിൽ ഈസ്റ്റിൽ ഉയർന്നിരിക്കുന്ന ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ്റെ ഫലമായി ക്രൂഡിൻ്റെ വിലയും ഉയർന്നു. ക്രൂഡും നാച്ചുറൽ റബ്ബറും ടയറിൻ്റെ രണ്ട് പ്രധാന ഇൻപുട്ട് മെറ്റീരിയൽസാണ്. ഇൻപുട്ട് മെറ്റീരിയൽസിൻ്റെ വില ഉയരുന്നത് കമ്പനികളുടെ മാർജിനെ പ്രതികൂലമായി ബാധിക്കാനും പല കമ്പനികളും മാർജിൻ പ്രഷറിലേക്ക് നീങ്ങാനും സാധ്യതയുണ്ട്. ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ് കഴിഞ്ഞ 2 ദിവസം കൊണ്ട് 6.61%, സിയറ്റ് കഴിഞ്ഞ 2 ദിവസം കൊണ്ട് 4.35%, അപ്പോളോ ടയർ കഴിഞ്ഞ 2 ദിവസം കൊണ്ട് 7.12% ഇടിഞ്ഞു. നാച്ചുറൽ റബ്ബറിൻ്റെ സ്റ്റോക്ക് പൈലിലും അല്ലെങ്കിൽ സ്റ്റോറേജിലും ഇടിവ് വരുന്നുണ്ട്. 2.8 മില്യൺ ടണ്ണിൽ നിന്നും സ്റ്റോറേജ് 2.1 മില്യൺ ടണ്ണിലേക്ക് ഇടിഞ്ഞു. കൂടാതെ ക്രൂഡിൻ്റെ വിലയും ഉയരുകയാണ്. അതോടൊപ്പം തന്നെ ചൈനീസ് എക്കണോമിക് സ്റ്റിമുലസിൻ്റെ പശ്ചാത്തലത്തിൽ നാച്ചുറൽ റബ്ബറിൻ്റെ ഡിമാൻഡ് ഉയരുന്നതും നാച്ചുറൽ റബ്ബറിൻ്റെ വില ഉയരുന്നതിന് പിന്നിലെ ഒരു പ്രധാന കാരണമാണ്. സൗത്ത് ഏഷ്യൻ കൺട്രികളിൽ റെയിൻഫാൾ, ഫ്ലഡിംഗ് എന്നിവ ടാപ്പിങ്ങിനെ പ്രതികൂലമായി ബാധിച്ചതുകൊണ്ട് നാച്ചുറൽ റബ്ബറിൻ്റെ പ്രൊഡക്ഷനും കുറഞ്ഞിട്ടുണ്ട്. ഇവിടെ പ്രൊഡക്ഷൻ കുറഞ്ഞു. അതോടൊപ്പം തന്നെ ചൈനീസ് സ്റ്റിമുലസിൻ്റെ പശ്ചാത്തലത്തിൽ ചൈനീസ് മാർക്കറ്റിൽ നിന്ന് നാച്ചുറൽ റബ്ബറിൻ്റെ ഡിമാൻഡ് ഉയർന്നു. ഇതുമൂലം റബ്ബറിൻ്റെ വിലയിൽ 28% വർധന ഉണ്ടാവുകയും ഇത് ടയർ കമ്പനികളുടെ മാർജിനെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യും. MRF ഉൾപ്പെടെയുള്ള സ്റ്റോക്കുകളിൽ ഈ രീതിയിലുള്ള പ്രഷർ നമ്മൾക്ക് കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ വരുന്ന 2 വർഷങ്ങളിലേക്ക് കൊട്ടക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റീസിൻ്റെ കണക്കനുസരിച്ച് ഒട്ടുമിക്ക ടയർ കമ്പനികളുടെയും ക്യാപെക്സ് സ്പെൻഡ് ലോവർ ലെവലിലായി മാറാനുള്ള സാധ്യതയുമുണ്ട്. റിട്ടേൺ റേഷ്യോസും പ്രോഫിറ്റബിലിറ്റിയും സസ്റ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയാണ് കമ്പനികൾ ക്യാപെക്സ് സ്പെൻഡിന് തയ്യാറാവാത്തത്. ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ് എന്ന സ്റ്റോക്കിനെ വരും ദിവസങ്ങളിൽ ഫോക്കസ് ചെയ്യാം. സ്റ്റോക്ക് 2,888 ക്ലോസിംഗ് നൽകി. ഇവിടെ 2,780 എന്ന സപ്പോർട്ട് നഷ്ടമായാൽ സ്റ്റോക്ക് ചിലപ്പോൾ ഇടിഞ്ഞ് 2,500 എന്ന ലെവലിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. 2,780 മുകളിൽ ബ്രേക്കൗട്ട് നൽകിയതിന് ശേഷം 3,300 വരെ ഉയർന്ന സ്റ്റോക്കായിരുന്നു ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ്. പക്ഷേ നാച്ചുറൽ റബ്ബറിൻ്റെ വില ഉയർന്നു എന്ന നെഗറ്റീവ് ന്യൂസ് വന്നതിന് ശേഷം സ്റ്റോക്കിൽ സെല്ലിംഗ് പ്രഷർ വരികയും സ്റ്റോക്ക് അതിൻ്റെ സപ്പോർട്ട് സോണിനടുത്തേക്ക് എത്തുകയും ചെയ്തു. അതുപോലെ തന്നെ സിയറ്റ് ലിമിറ്റഡ് എന്ന സ്റ്റോക്കിനെ 2,880 മുകളിൽ ബ്രേക്കൗട്ട് വന്ന സ്റ്റോക്ക് 3,100 വരെ ഉയർന്നതാണ്. സ്റ്റോക്ക് ഇപ്പോൾ 3,084 ട്രേഡ് ചെയ്യുന്നു. 3,000 പ്രധാനപ്പെട്ട സൈക്കോളജിക്കൽ സപ്പോർട്ടും 2,880 സ്ട്രോങ് സപ്പോർട്ടുമാണ്. ഈ രണ്ട് സപ്പോർട്ട് നഷ്ടപ്പെട്ടാൽ സ്റ്റോക്ക് 2,500, 2,280 തുടങ്ങിയ ലെവലുകളിലേക്ക് ഇടിഞ്ഞേക്കാം. അപ്പോളോ ടയർ കഴിഞ്ഞ 2 ദിവസം കൊണ്ട് 7%-ലേറെയാണ് കറക്റ്റായത്. 580 രൂപയിൽ നിന്നും സ്റ്റോക്ക് 508 എന്ന ലെവലിലേക്ക് വീക്കിലി ഇടിഞ്ഞു. സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 500 ഒരു പ്രധാനപ്പെട്ട സൈക്കോളജിക്കൽ സപ്പോർട്ടാണ്. 500 എന്ന സപ്പോർട്ട് നഷ്ടപ്പെട്ടാൽ സ്റ്റോക്ക് 480, 475 തുടങ്ങിയ ലെവലുകളെ വീണ്ടും റീടെസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വരുന്ന ആഴ്ച ടയർ സെക്ടറിലെ സ്റ്റോക്കുകളെ പ്രത്യേകമായും ശ്രദ്ധിക്കാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്